ഹായ് മക്കളെ, എല്ലാവർക്കും എജ്യൂപോർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായി, നമ്മുടെ അവസാനത്തെ എക്സാം ഇതാ വന്ന് എത്തി നിൽക്കുകയാണല്ലേ. ഇതുവരെയുള്ള എക്സാം എങ്ങനെ ഉണ്ടായിരുന്നടാ? ഒന്ന് കമൻറ്റ് ചെയ്തേ നിങ്ങൾ. ഇതുവരെയുള്ള എക്സാം നല്ല എക്സാം ആയിരുന്നോ? നിങ്ങൾ എപ്പോഴും പറയാറുണ്ടല്ലേ എജ്യൂപോർട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഒരുപാട് എക്സാമിന് അല്ലേ നിങ്ങളുടെ എജ്യൂപോർട്ട് എപ്പോഴും ഏത് നിമിഷവും കൂടെയുണ്ട് എന്നുള്ള കാര്യം തെളിയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നില്ലടാ. നമ്മുടെ എജ്യൂപോർട്ട് പറഞ്ഞതേപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടായി അല്ലേ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓരോരുത്തരും കമൻറ്റ് ചെയ്യണേ, മറക്കരുത് കേട്ടോ മക്കളെ. ഓക്കെ, അപ്പോൾ ഇനി എന്താടാ, നമ്മുടെ ലാസ്റ്റ് എക്സാം ആണല്ലേ നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ്. നമ്മുടെ ഹിന്ദിയും മലയാളവും അറബിക്കും ഉറുദും ഒക്കെ എല്ലാ മക്കളും ഈ ലാംഗ്വേജിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാം അല്ലേ. അപ്പോൾ ഹിന്ദി എക്സാം എൻ്റെ മക്കളെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ഹിന്ദി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണ്ട. ഹിന്ദി എന്നുള്ള കാര്യം ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഒരുപാട് പേര് പറയുന്നത് അല്ലേ. അപ്പോൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട മക്കളെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണ്, വൺ വേർഡുമായിട്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്ന് മിസ്സൊക്കെ തപ്പി കുറേ കണ്ടുപിടിച്ച ഒരുപാട് വൺ വേർഡും കാര്യങ്ങളായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നെത്തിയിരിക്കുന്നത്. വൺ വേർഡ് 5 മാർക്കിനുണ്ടാവും. 5 മാർക്ക് കളയാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ്സും കാര്യങ്ങളൊക്കെയാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. വൺ വേർഡ് മാത്രമാണ് കേട്ടോ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ഇതിലുള്ള കോൺവെർസേഷൻ ആയിക്കോട്ടെ, വിജ്ഞാപനം ആയിക്കോട്ടെ, പോസ്റ്റർ ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, പത്രം ആയിക്കോട്ടെ, ഇനി എന്തോ ആയിക്കോട്ടെ, ഇനി നമ്മുടെ ലൈവിന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ മക്കളെ. അപ്പോൾ ഇതിൽ വൺ വേർഡ് മാത്രമേ ഉള്ളൂ. വെറും 10 മിനിറ്റിൽ നിങ്ങൾക്ക് നല്ല സിമ്പിളായിട്ട് തന്നെ ഏറ്റവും ഒരു ചാപ്റ്ററിന് ഇത്രയും വൺ വേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങളിപ്പോൾ ചിന്തിക്കും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡും മാത്രമാണ് മിസ്സ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിന് മുന്നേ നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയ മക്കളെ അല്ലേ. നമ്മുടെ നീറ്റിനും ഗെയിമിൻ്റെയും ഒക്കെ CUT-ൻ്റെ ഏറ്റവും വലിയ പ്രോഗ്രാമാണ് മക്കളെ, ക്രാഷ് പ്രോഗ്രാമാണ് മക്കളെ. എൻ്റെ മക്കളെ മിസ് ചെയ്യരുത്. നിങ്ങൾ ഇപ്പം തന്നെ കോൾ ചെയ്തോളൂ. വീക്ക്ലി ഓഫ്ലൈൻ എക്സാം 70 നഗരങ്ങളിലാണ് കേട്ടോ മക്കളെ. ഇതൊന്നും എന്ത് ചെയ്യരുത്, ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ നോക്കിയ മക്കളെ. നിങ്ങളിപ്പം തന്നെ ഈ നമ്പറിൽ വിളിക്കുക. ഇത്രയും ആകെ 4999 മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ ആണെങ്കിലോ 5999 മാത്രം. ഓക്കെ മക്കളെ, നിങ്ങൾ മിസ് ചെയ്യരുത്. ഇപ്പം തന്നെ ഫോൺ എടുത്തിട്ട് ഡയൽ ചെയ്തോളൂ. ഈ നമ്പർ നിങ്ങൾ ഇപ്പം തന്നെ സേവ് ചെയ്ത് വെച്ചോളൂ മക്കളെ, മറക്കരുതേ. ഓക്കെ ഇനി നമ്മളെ ഓരോ ചാപ്റ്ററിൻ്റെ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്താണ് മക്കൾ? മറക്കുമോ? നമ്മുടെ മാതൃഭൂമിയാണെടാ. മാതൃഭൂമി മറക്കുമോടാ? ഇല്ല. മാതൃഭൂമിയിൽ വൺ വേർഡ് ചോദിച്ചു നോക്കിയേ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചാണ് കേട്ടോ. നോക്കിയേ മക്കളെ, മാതൃഭൂമി കിസ് വിധ കി രചന ഹെ. മാതൃഭൂമി എന്നുള്ളത് ഏത് വിധയാണ് എന്നുള്ളത്, അതാണ് എപ്പോഴും മിസ്സ് പറയാറുണ്ട്. ഇത് വിധ ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾ മറക്കരുത്, അത് കവിതയാണെന്ന് എൻ്റെ മക്കൾക്കറിയാം. ഇനി ആരുടെ രചനയാണെടാ? അതും എൻ്റെ മക്കൾക്കറിയാം, മൈഥിലി ശരൺ ഗുപ്തജീൻ്റെ ആണെന്ന് അല്ലേ. മൈഥിലി ശരൺ ഗുപ്തജീൻ്റെ അല്ലടാ. യെസ്. ഇനി മാതൃഭൂമി കാ പരിധാൻ ക്യാ ഹെ? എന്താടാ നമ്മുടെ മാതൃഭൂമിയുടെ വസ്ത്രം? അതും അറിയാം, നീലാംബർ പരിധാൻ ഹേ ഹരിത തട്ട് പർ സുന്ദർ ഹേ എന്നാണ്. നീലാകാശ വസ്ത്രങ്ങളാണ്, നീലാംബറാണ് അല്ലേ. ഇനി മാതൃഭൂമിക്ക മുകുട് അല്ലേ, സൂര്യചന്ദ്രയുഗ് മുകുട് മേഖലാ രത്നാകർ ഹേ എന്നാണ്. അപ്പോൾ എന്താണെടാ മാതൃഭൂമിയുടെ കിരീടം? എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഒരു അമ്മയായി കാണുക അല്ലേ മാതൃഭൂമിയെ. അമ്മയുടെ കിരീടമായിട്ട് സൂര്യചന്ദ്രന്മാർ, നമ്മുടെ മുകളിൽ സൂര്യചന്ദ്രന്മാരല്ലേ. യെസ്, മുകുട് കിരീടം. ഇനി മാതൃഭൂമിക്ക് കർദ്ധനി മേഖലാ രത്നാകറാണടാ, സമുദ്രമാണടാ. അതും എൻ്റെ മക്കൾ മറക്കരുത്. ഇനി അടുത്തത് മാതൃഭൂമിയുടെ ആഭൂഷൺ, അലങ്കാരമായിട്ട് എന്താണെടാ? ഫൂല ഓർ താരയാണ്, പൂക്കളും നക്ഷത്രങ്ങളുമാണ്. എൻ്റെ മക്കൾ മറക്കരുത് കേട്ടോ. ഇനി മാതൃഭൂമിക്ക് ബന്ദീജൻ, ആരാടാ മാതൃഭൂമിയെ സ്തുതി പാടിക്കൊണ്ട് വന്ദിച്ചുകൊണ്ട് കടന്നു പോകുന്ന ആരാടാ? അത് നമുക്കറിയാം, ബന്ദീജൻ ഖഗ്വൃന്ദ് ശേഷ് ഫണ സിംഹാസന ഹേ എന്ന് പറഞ്ഞിട്ടൊരു വരിയുണ്ട് അല്ലേ. അതെ, പക്ഷിക്കൂട്ടങ്ങൾ അല്ലേ, ഖഗ്വൃന്ദ് എന്താ, അമ്മയെ വന്ദിച്ചുകൊണ്ട് കടന്നു പോകുന്നു എന്നാണ്. മാതൃഭൂമിയുടെ സിംഹാസനം എന്താണടാ? ശേഷനാഗത്തിൻ്റെ ഫണത്തിലാണടാ നമ്മുടെ അമ്മ വിരാജിക്കുന്നത് അല്ലേ. ഇനി മാതൃഭൂമി കിസ്കി സഗുണമൂർത്തി ഹേ, എന്തിൻ്റെ അവതാരമാണ്? സർവേശിക്ക് ഈശ്വരൻ്റെ അവതാരം തന്നെയാണടാ നമ്മുടെ മാതൃഭൂമി എന്നുള്ളത്.
മക്കൾ മറക്കൂടാ ഇല്ല. മാതൃഭൂമി കിസ്കി സഗുണമൂർത്തി ഹേ സർവേശ് കി സഗുണമൂർത്തി സർവേശ് കി ഈശ്വരൻ്റെ സഗുണമൂർത്തി, ഈശ്വരൻ അവതാരം തന്നെയാണ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, ഹം കേസേ ബഡേ ഹുയേ, എങ്ങനെയാണ് നമ്മൾ വലുതായത് അതും മിസ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ക്രിസ്മസിൻ്റെ ലൈവിലും അല്ലേ ഒരുപാട് ലൈവും കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. മോഡൽ എക്സാമിൻ്റെ ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. എന്താണെടാ എങ്ങനെയാണ് നമ്മൾ വളർന്ന് വലുതായത്, എങ്ങനെയാണെടാ മാതൃഭൂമിക്ക് രജുമേ ലോട്ട് കർ, അമ്മയുടെ അല്ലേ അമ്മയുടെ ആ ഒരു പൊടിയിലും ആ പൊടിയിൽ ഉരുണ്ടും കളിച്ചും ചാടി തിമിർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ വളർന്ന് വലുതായി എന്നാണ്. ഇനി കവി മാതൃഭൂമിക്ക് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് മെയിൻ. എന്താണ് കവി എന്താണ് മാതൃഭൂമിക്ക് വേണ്ടി ചെയ്യാൻ നമ്മളോട് പറയുന്നത്? യെസ്, ആത്മസമർപ്പണം. നിങ്ങൾ ആത്മസമർപ്പണം ചെയ്യൂ എന്നാണ് അല്ലേ, നിങ്ങൾ ആത്മസമർപ്പണം ചെയ്യൂ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാതൃഭൂമിയുടെ 1 വേർഡ്സും കാര്യങ്ങളൊക്കെ. 1 വേർഡ് മക്കളെ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഇനി അടുത്തത് ബേട്ടി കെ നാമിലെ 1 വേർഡ് നോക്കാം. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളത് ബേട്ടി കെ നാം കിസ് വിദാ കി രചന ഹെ. മക്കളെ ഇതൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾ 1 മാർക്കല്ലേ അതൊരു മാർക്കല്ലേ എന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട അല്ലേ. പല തുള്ളി പെരുവെള്ളം എന്ന് കേട്ടിട്ടില്ലേ അല്ലേ. എന്താണ് പല പല തുള്ളികളാണ് പെരുവെള്ളം എന്ന്. ഇപ്പോൾ ഓരോ മാർക്ക് കൂടി ചേരുമ്പോഴാണ് അത് വലിയൊരു മാർക്കായി മാറുന്നത് അല്ലേ. ഇങ്ങനെ ഓരോ 1 വേർഡ് ചേരുമ്പോഴാണ് അത് വലിയൊരു മാർക്കായി മാറുന്നത്. അപ്പോൾ 5 മാർക്ക് കിട്ടിയില്ലേ, ഇനി 5 മാർക്ക് അതൊരു 1 വേർഡ് ഞാൻ പോക്കി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയരുത് നിങ്ങൾ. കാരണം 1 മാർക്കിൻ്റെത് മിസ്സാക്കി എന്ന് പറഞ്ഞാൽ 5 മാർക്ക് പോയി എന്നാണ് കേട്ടോ. ഇനി ഇതിൽ 2 മാർക്കിനും ചോദിക്കാം കേട്ടോ. നോക്കിയേ, ബേട്ടി കെ നാം കിസ് വിദാ ഹെ ജവാബി പത്ര ഹെ, മറുപടി കത്തല്ലടാ ബേട്ടി കെ നാം എന്നുള്ളത്. യെസ്, ആരുടെയാണെടാ? ബഹദൂർ ഷാ സഫർ ജി, എൻ്റെ മക്കൾക്ക് അറിയാലോ. ഇനി ബഹദൂർ ഷാ ബാദ്ഷാക്കു കിസ്കാ കത്ത് മില, ആരുടെ കത്താണ് നമ്മുടെ ബാദ്ഷയ്ക്ക് കിട്ടിയത്? അവരുടെ മകളുടെ കത്ത് അല്ലേ, ബേട്ടിക്ക. ഇനി ബേട്ടിക്ക കത്ത് ബാബുക്കോ കേസാ ലഖ, എങ്ങനെയാണ് തൻ്റെ മകളുടെ കത്ത് എന്തായി തോന്നിയെന്നാണ് പറയുന്നത്? യെസ്, ആ സുനാമ ഒരു കണ്ണുനീർ കാവ്യം പോലെ ആയി തോന്നിയെന്ന് അല്ലേ. യെസ്, ബാദ്ഷാനെ കിസ്കെ നാം ജവാബി പത്ര ലിഖ, ആരുടെ പേരിൽ, അതാണ് ആർക്കാണ് കത്ത് അയച്ചത് ബാദ്ഷാ? യെസ്, ബേട്ടി കെ നാം അല്ലേ, മകളുടെ നാമത്തിലല്ലേ. യെസ്, ഇനി ബാദ്ഷാക്കോ കിസ്നെ പത്ര പഠിക്കർ സുന, ആരാണ് പത്രം വായിപ്പിച്ച് കേൾപ്പിച്ചു കൊടുത്ത ആരാ? യെസ്, മകനാണ് ബേട്ടേനെ. ഇനി തോഫയ്ക്ക് ബദലായിൽ നമ്മുടെ ഈദിൻ്റെ സമയത്ത് നമ്മുടെ ബഹദൂർ ഷാ സഫറിന് കുറച്ച് സമ്മാനങ്ങളുമായി വന്നു എന്ന് പറഞ്ഞു അല്ലേ. അതിന് പകരമായിട്ട് എന്താണ് അവർക്ക് കൊടുക്കുന്നത്? യെസ്, മല്ലിക കഹാർ അല്ലേ, തൻ്റെ രാജ്ഞിയുടെ മാലയാണ് കൊടുക്കുന്നത് അല്ലേടാ. ഇനി ബഹദൂർ ഷാ സഫർ കഹാം കൈതുമേ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബഹദൂർ സഫർ എവിടെയാണ്? തടവറയിൽ, രംഗൂണിൽ, മറക്കരുതേ. ഇനി ബേട്ടി ആണെങ്കിലോ ദില്ലിയിൽ, തടവറയിലാണ് കേട്ടോ. ഇനി ബേട്ടിക്ക് നാം ക്യാ ഹെ, എന്താണ് മകളുടെ പേരെന്താണ്? കുൽസും ജമാനി ബീഗം. ഇതും എൻ്റെ മക്കള് മറക്കരുത്. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണെടാ. ഇതൊക്കെ ബേസാണ്, ഇതറിഞ്ഞിരിക്കണം നിങ്ങൾ. ഇതറിഞ്ഞിട്ട് വേണം ഇനി അതിന് ഈ ചാപ്റ്ററിൽ നിന്ന് വന്ന പത്രം ആയിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, കോൺവെർസേഷൻ ആയിക്കോട്ടെ എല്ലാം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതൊക്കെ ബേസ് എന്നൊക്കെ മക്കൾ അറിഞ്ഞിരിക്കുക. അടുത്ത് മേരെ ഭാരത്വാസിയോൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. മേരെ ഭാരത്വാസിയോ കിസ് വിദാ ഹെ. യെസ്, അതൊരു പ്രസംഗമാണ്. ആരുടെ പ്രസംഗമാണെടാ? യെസ്, നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജിയുടെ പ്രസംഗമാണ്. എൻ്റെ മക്കളെ മറക്കരുത്. നീ ഹംനെ കിസ്കോ മിൽനെ കാ വചൻ ദിയാ, അതാ പറഞ്ഞത് കിസ്കോ, അതായത് വിധിയോട് കണ്ടുമുട്ടും എന്ന് പറയുന്നത്. വിധിയോട് കണ്ടുമുട്ടും അല്ലെ, നിയതിക്കോ, വിധിയോട് കണ്ടുമുട്ടും. നിയതിയാണ് വിധി. നെഹ്റുജിക്ക് മതമേ ഹമാരി പീढ़ी സബ്സെ മഹാൻ വ്യക്തി കോൻ ഹെ അല്ലെ. നെഹ്റുജിയുടെ അഭിപ്രായത്തിൽ ഏറ്റവും മഹാൻ വ്യക്തി എന്ന് പറയുന്ന ആരാണ്? മഹാത്മാഗാന്ധിയാണ് അല്ലെ. മഹാത്മാഗാന്ധിജിയുടെ തലമുറയിൽ ഏറ്റവും വലിയ വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി തന്നെയാണ്. ഇനി ബാപ്പുജിക്ക് മഹത്വാകാംക്ഷ ക്യാ രഹി, എന്തായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്? അതും അതിൽ പറയുന്നുണ്ട്. ഹരേക് ആങ്ക് സേ ആസു മിർജായി, ഓരോ കണ്ണിൽ നിന്നും കണ്ണുനീരകറ്റുക. ഓരോ ആളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരകറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ വിഷമങ്ങൾ അകറ്റുക. അതായിരുന്നു ആരുടെ ആഗ്രഹം? നമ്മുടെ നമ്മുടെ മഹത്വാകാംക്ഷ അല്ലേ. ആരുടെ? നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ. ഇനി ആജ് ഹം ദുർഭാഗ്യക്കേക്ക് യുഗ കാന്ത് കരഹെ, ഇന്ന് നമ്മളത് ദുർഭാഗ്യത്തിൻ്റെ യുഗം അവസാനിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. യഹം നെഹ്റുജുക ക്യാ സൂചിത് കർണ ചാത്തെ, എന്താണ് ഇവിടെ എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? നമ്മുടെ നെഹ്റുജി എന്താണിത് പറയാൻ കാരണം? യെസ്, ഈ അടിമത്വത്തിൻ്റെ ഗുലാമി കാ യുഗ് ബീത് ഗയാ മേ ആസാദി മിലി ഹെ, ഒരു അടിമത്വത്തിൻ്റെ ആ യുഗം അവസാനിച്ചു, നമുക്കിത് സ്വാതന്ത്ര്യം കിട്ടി എന്നാണ്.
അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്, അതുകൊണ്ടാണ് മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കൊണ്ടാണ്. നോക്കിയേ, ഭവിഷ്യ മേ വിശ്രാം ചോടുക്കർ ക്യാ കർണാ ചാഹിയെ, എന്താണ് നമ്മൾ ഭാവിയിൽ വിശ്രമമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എന്താണ് നമ്മൾ എപ്പോഴും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? യെസ്, ഭവിഷ്യ മേ വിശ്രാം ചോടുക്കർ വചൻ കോ ബാർ ബാർ ദോഹരായ और उसके लिए നിരന്തർ പ്രയത്ന കരേ, നിരന്തരമായി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. എന്ത് വാക്കിന്? അതാണ് പറയുന്നത്, ഭാരതത്തെ സേവിക്കണം. എന്താണ് ഭാരതയ്ക്ക് സേവ എന്ന് പറഞ്ഞാൽ? ലാഖവും കരോടവും പീഡിത ലോകവും കി സേവ കർണ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ സേവിക്കുക എന്നാണ്. എന്താണ് നമ്മുടെ ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ആ സേവിക്കൽ എന്താണ്? യെസ്, ഗരീബി, അവരുടെ ദാരിദ്ര്യവും നിരക്ഷരത, അജ്ഞാനത അതൊക്കെ അകറ്റുക, രോഗങ്ങൾ അകറ്റുക, എല്ലാവർക്കും തുല്യ അവസരം നൽകുക. അതാണ് പറയുന്നത്, അവസരവും അസമാനതാക്കോ മിട്ടാന. ഇതൊക്കെ എൻ്റെ മക്കൾ ആലോചിച്ച് വയ്ക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ള കാര്യം എൻ്റെ മക്കൾ ഓർമ്മിച്ച് വയ്ക്കുക. അടുത്ത ചാപ്റ്റർ നോക്കടാ, സൂറിനാമി പഹ്ലാദിൻ എന്ന് പറഞ്ഞിട്ട്. ആരുടെയാണ് അവിടെ സൂറിനാമി പഹ്ലാദിൻ? നമുക്കറിയാം, ഇതിൽ സൻസാർ കാ സബ്സെ അധിക് ഗനെ വൻ എന്ന് പറയുന്നത്, ഇതിന് നിങ്ങൾക്കറിയാലോ, സൂറിനാമി പഹ്ലാദിന് എക്ക് സഫർനാമയാണ് കേട്ടാ. അതൊരു യാത്രാ വിവരണമാണ്. ആരുടെയാണ്? ഹിമാൻഷു ജോഷിജീൻ്റെയാണ്. എൻ്റെ മക്കൾ മറക്കരുതേ, അത് മറക്കരുത്. ഇനി സൻസാർ കാ സബ്സെ അധികം, ഏറ്റവും അധികം കൊടും വനങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമുക്കറിയാം, നമ്മുടെ ഭൂമധ്യരേഖ പ്രദേശങ്ങളിലാണ്, ഭൂമിയുടെ മധ്യത്തിലാണ് അല്ലേ. ഇനി സുറിനാമിക്ക് രാജഭാഷ എന്തായിരുന്നു? യെസ്, ഡച്ച് ആയിരുന്നു. അതും അതിൽ പറയുന്നുണ്ട്. നമ്മൾ ഹിമാൻഷു ജോഷിജി അദ്ദേഹത്തിൻ്റെ സഫർനാമയായിട്ടുള്ള സുറിനാമി പഹ്ലാദിൽ. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് പോയത് അവിടെ? യെസ്, സാത്വാ വിശ്വ ഹിന്ദി സമ്മേളൻ കേലിയേ അല്ലേ, 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം അല്ലേ. ആ സംഖ്യ ഒന്ന് ഓർമ്മിക്കണേ നിങ്ങൾ, സാത്വാ വിശ്വ ഹിന്ദി സമ്മേളൻ, 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം. അതിൽ രാംചരിതമാനസിനെ കുറിച്ച് പറയുന്നത്, രാംചരിതമാനസ് ആരാടാ എഴുതിയത്? നമ്മുടെ തുളസീദാസ് ആണ് അല്ലേ. ഇനി അടുത്ത് പറയുന്നത് നമ്മുടെ ലേഖകൻ കോൺസാ ഷഹർ, ഭാരതീയ ഷഹർ. എനിക്ക് ആ പട്ടണം കണ്ടിട്ട് ഭാരതത്തിലെ പട്ടണം പോലെ തോന്നി. ഏത് പട്ടണം? പാരാമാരിബോ ഷഹർ. എൻ്റെ മക്കളെ ഇതും ഓർമ്മിച്ച് വെക്കുക. പാരാമാരിബോ ഷഹർ, അത് ബ്രാക്കറ്റിന് ചിലപ്പോൾ എടുത്ത് എഴുതാനാവും കേട്ടോ. പാരാമാരിബോ ഷഹർ എൻ്റെ മക്കളെ ഓർത്ത് വയ്ക്കുക. ഈ പാരാമാരിബോ ഷഹറിൽ വെച്ചിട്ടാണ് 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടക്കുന്നത്. സുറിനാമിലെ പാരാമാരിബോ ഷഹർ, മറക്കരുത്. ഇനി ഹിന്ദീൻ്റെ ജനനി, ഇന്ത്യയുടെ അമ്മ ആരാണടാ? സംസ്കൃതമാണ്. അതും എൻ്റെ മക്കൾ ഓർമ്മിച്ച് വയ്ക്കുക. സുറിനാമിലെ ജനസംഖ്യ എത്ര ആയിരുന്നു? 4.5 ലക്ഷത്തോളം, 4.5 लाख, 4.5 ലക്ഷത്തോളമാണ്. സുറിനാമിക്ക് ആബാദി में कितने प्रतिशत लोग भारतीय मुल्क के हैं? എത്ര ഈ സുറിനാമിലെ ജനസംഖ്യയിൽ എത്ര ശതമാനം ആളുകളാണ് നമ്മുടെ ഭാരതീയർ? യെസ്, 37. 37% 37%. സുറിനാം में हिंदी के प्रचार में किनका विशेष योगदान रहा है? സുറിനാമിൽ ഹിന്ദിയിൽ പ്രചാരത്തിൽ ഏറ്റവും അധികം പങ്ക് വഹിച്ചത് എന്തിൻ്റെ പ്രചാരണത്തിലാണ്? യെസ്, ഹിന്ദി ഫിലിമും തഥാ സംഗീതം. അത്രയും അത് നമ്മൾ പറഞ്ഞിട്ടില്ലടാ. ഹിന്ദി ഫിലിം, ഹിന്ദി മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് അത്രത്തോളം ഇഷ്ടമാണ്. അങ്ങനെ അവർ ആ ഹിന്ദി ഫിലിമും ഹിന്ദി ഇതൊക്കെ കണ്ട് ഹിന്ദിയോട് അവർക്ക് ഇഷ്ടം വന്നു എന്നാണ്. ഇനി അതെൻ്റെ മക്കൾ ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, സൻസാർ കെ കിത്തനെ ദേശോ മേ ആജ് ഹിന്ദി ഉപസ്ഥിതി ഹൈ? ഇന്ന് 120 ദേശങ്ങളിൽ ഹിന്ദി ഇന്ന് പ്രസൻ്റായിട്ട് പഠിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ ഹിന്ദി എന്നുള്ളത്. നമ്മൾ അഭിമാനിക്കണം ഒരു ഹിന്ദി സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അല്ലേ മക്കളെ. യെസ്. അടുത്ത ദോസ്തി. നിങ്ങളൊക്കെ ചെറിയ ദോസ്തിന്ന് ഇത്രേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ദോസ്തിക്ക് ഇതാണ് ഫിലിമി ഗീതാണ് അല്ലേ, ഒരു ഫിലിം സോങ് ആണ് അല്ലേ. ഇനി ആനന്ദ് ബക്ഷിജീൻ്റെ ആണല്ലേ ദോസ്തി ഗീതിൻ്റെ രചയിത ആരാണ്? ആനന്ദ് ബക്ഷിജീൻ്റെയാണ്. ഇത് ഏത് ഫിലിമിലാണ്? അതും എൻ്റെ മക്കൾ ഓർത്ത് വയ്ക്കുക, ഷോലെ ഫിലിമിൽ. അതൊന്നും മറക്കരുതല്ലോ. ഷോലെ ഫിലിമിൽ ആനന്ദ് ബക്ഷിജിയുടെ ഫിലിമി ഗീതാണ് കേട്ടോ. ഇനി ഇതിൽ സമാനാർത്ഥ ശബ്ദം ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഇതിൽ ദുഃഖ് എന്ന് പറഞ്ഞ ദുഃഖൊന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് അടയാളപ്പെടുത്തി വെക്കുക. കാരണം ബ്രാക്കറ്റിൽ ഉണ്ടാകുമ്പോൾ ചോദിക്കും. ദുഃഖിന് ഗമ്മാണ്, ദൃഷ്ടിക്ക് നസർ എന്നാണ്, അലഗ് ജുദാ വേർപാട് അല്ലേ. ഇനി ക്രോധ് അല്ലേ, ദേഷ്യത്തിന് ഗഫ, ഈശ്വരന് ഖുദ, ഖുദാവിസ് കേട്ടിട്ടില്ലേ. ആശീർവാദം എന്ന് പറഞ്ഞാൽ ദ്വാ, പ്രാർത്ഥനയ്ക്ക് പറയുന്നതാണ് കേട്ടോ. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. അടുത്ത ജമീൻ എക്ക് സ്ലേറ്റ് കാ നാം ഹേ. ഞാൻ പറഞ്ഞു ഏറ്റവും
ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മേരലാൽ ഹേ ഖാൻ എന്ന് പറയുന്നത് നമ്മുടെ പതില്ലേ, അതിലൊന്നും ഇതുവരെ വൺ വേർഡ് ചോദിച്ച് കണ്ടിട്ടില്ല. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെയാണ് മിസ് ഇതിൽ പറയുന്നത്. അതൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് മിസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അതിൽ ഭാവാർത്ഥമൊക്കെ ചോദിക്കുള്ളൂ. ഇനി ഹൈക്കൂൻ്റെ കാര്യമായിക്കോട്ടെ, ഹൈക്കൂന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, അതിന് ഭാവാർത്ഥം കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. അതൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും, നമ്മുടെ ലൈവിൽ റോക്കറ്റ് ലൈവിലുണ്ടായിരിക്കും, അതേപോലെ നമ്മുടെ വെടിക്കെട്ട് ലൈവിലുണ്ടായിരിക്കും. ഓക്കെ. ഇനി ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ എന്ന് പറഞ്ഞിട്ട് അതെന്താണെടാ, ഏത് വിധിയാണെടാ, നമ്മുടെ ആത്മകഥയാണെന്നുള്ള കാര്യം എൻ്റെ മക്കൾ മറക്കരുത്. ആരുടെയാണെന്നുള്ള കാര്യം എൻ്റെ മക്കൾ ഓർത്ത് വെക്കുക, ഏകാൻ ശ്രീവാസ്തവജിൻ്റെയാണ്, ഇതൊന്നും മറക്കരുതേ. ഇനി പിതാജിക്ക് രജിസ്ട്രേഷ് പഹലേ ബേട്ടെ സെ കഹാൻ ചലനേക്കോ കഹാ, പിതാജി പറയുന്നുണ്ട് ഒന്ന് നമുക്ക് അവിടെ വരെ പോയി വരാം എന്ന് മകനോട് പറയുന്നുണ്ട്. എന്ത് കാണാനാണ്? യെസ്, ഖേത്ത്, തൻ്റെ ആ ഒരു സ്ഥലം കാണാൻ, ജമീൻ അല്ലെങ്കിൽ ഭൂമി കാണാൻ വേണ്ടിയിട്ട് അല്ലേടാ. യെസ്, പിതാജിക്ക് സാമനെ ധോ വിദായം ഹേ അല്ലേ, കോൻ കോൻ സി വിദ. ആ അച്ഛൻ്റെ മുന്നിൽ രണ്ട് വേർപാടാണുള്ളത്. എന്ത് രണ്ട് വേർപാടായിരുന്നു? ബേട്ടിക്ക് വിദായി, തൻ്റെ മകളുടെ വിട പറയൽ, മകളുടെ കല്യാണമാണ്, മകളും പോവുകയാണ്. അതേപോലെ ജമീൻക്ക് വിദായി, മകളുടെ കല്യാണം നടത്തുന്നതിന് വേണ്ടി ചിലവ് കൂടുതലാണ്, അതുകൊണ്ട് എൻ്റെ ഹൃദയ തുല്യമായ ആ ഭൂമി വിൽക്കേണ്ടി വന്നു, അതിൻ്റെയും വേർപാട്. ബേട്ടിക്ക് ഔർ ജമീൻക്ക്, മക്കളെ മറക്കരുതേ. ഇനി കിത്തനെ രൂപയൊക്കെ ജമീൻ വെച്ച്, എത്ര രൂപയ്ക്കാണ് എന്ത് വിറ്റത്, ഈ ഭൂമി വിൽക്കുണ്ടായത്? അതും നമ്മൾ പറഞ്ഞു 12,000, 12,000, ഒരു ഏക്കറിന് 12,000 രൂപ എന്നുള്ള നിരക്കിൽ വിറ്റു. ആലോചിച്ച് നോക്കി നിങ്ങൾ, 12,000 പ്രതി ഏക്കർ की दर से. ഇനി പിതാജിനെ കബ് ലേഖയ്ക്ക് അപ്പനെ സാത്ത് ഖേൽ ചലനേക്കോ കഹാ, എപ്പോഴാണ് പിതാജി ഒന്ന് നമുക്ക് ആ ഒരു ഭൂമി കണ്ടിട്ട് വരാം അല്ലേ, അപ്പനെ സാത്ത് ഖേൽ അപ്പനെ ജമീൻക്ക് രജിസ്ട്രിക്ക് ഏക്ക് ദിൻ പഹലെ. ശരി തന്നെയല്ലടാ, നാളെ രജിസ്ട്രേഷൻ ആണെങ്കിൽ ഇന്ന് എന്ത് പറയാണ്, നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം, നമ്മുടെ നമ്മുടെ ആ ഒരു വയൽ ഇനിയിപ്പോൾ അല്ലെങ്കിൽ പാഠം, നമ്മുടെ ആ സ്ഥലം ഒന്ന് കണ്ടിട്ട് വരാം. നാളത്തെ കഴിഞ്ഞാൽ എന്താ, അത് വേറെ ആരുടേതുമായി മാറും അല്ലേ, അതാണ് പറയുന്നത്. ഇനി ജമീൻ കി തുലന കിസ്സേ കി ഗയി ഹൈ, ജമീൻ തൻ്റെ ആ ഭൂമിയോടുള്ള തുലന എന്തുമായിട്ടാണ് തുലനം ചെയ്തത്? ഹൃദയമായിട്ട്. അല്ലടാ, അത്രത്തോളം അടുപ്പായിരുന്നടാ ആർക്ക്, എത്രത്തോളം മകളോട് ഇഷ്ടമുണ്ട്, അതേ ഒരു ഇഷ്ടം ഈ ഭൂമിയോടും ഉണ്ട് ആർക്ക്, ആ ഒരു അച്ഛന്. അപ്പം തൻ്റെ ഹൃദയമാണ് വിൽക്കുന്നത് എന്ന് പറയുന്നത് അല്ലേ, അതാ ബേച്ച് താഹുമ്മേ ഹൃദയ എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്ത സപ്നെ കാബി ഹക്നെയും ഇമ്പോർട്ടൻ്റ് ആണ്, അതിലും വൺ വേർഡ് ചോദിക്കും. സപ്നെ കാബി ഹക്നെയും നമുക്കറിയാടാ, കവിതയാണെടാ, ആരുടെയാണെടാ, ഡോക്ടർ ജെ ബാബുജിൻ്റെയാണ്. അതെൻ്റെ മക്കൾ മറക്കരുതേ. ഈ മസ്ദൂരിനപ്പന വിസ്തൃതകർ കഹാം ഗീഞ്ചിലേക്ക്, നമുക്കറിയാം അല്ലേ, ഒരു തൊഴിലാളിയായ സ്ത്രീയുടെ സ്വപ്നമാണത്, സപ്നേ കാബി ഹക്നി എന്നുള്ളത് ആ കവിത അല്ലേ. അവരുടെ സ്വപ്നം എവിടെയാണ് അവർ സ്വപ്നം കണ്ടത്? യെസ്, അപ്പനെ മൻധിവർ, മനസ്സാകുന്ന ആ ചുവരിൽ സ്വപ്നം കാണാണ്. എപ്പോൾ? ബച്ചോങ്കോ സൂചാനെ, ഇപ്പം തൻ്റെ മക്കളെല്ലാം ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം തൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെ നെയ്ത് കൂട്ടാണ് ആ ഒരു പാവപ്പെട്ട തൊഴിലാളിയായ സ്ത്രീ. മറക്കരുതേ. മസ്ദൂരിന് അപ്പനെ വിസ്തൃത് ഗർമേ കോൻ കോൻ സെ കമ്ര ബനായ. അപ്പോൾ അവരിങ്ങനെ സ്വപ്നം കാണുമ്പോൾ ഏതൊക്കെ മുറികളാണ് അവർ ഉണ്ടായിരുന്നത്, എന്തൊക്കെ മുറികളാണ്? നമ്മൾ പറഞ്ഞു ഖാനെ പീനെ സോനേക്ക് കമ്ര, ഭക്ഷണം കഴിക്കുന്നതിന് അല്ലേ, അതേപോലെ ഉറങ്ങുന്നതിനൊക്കെ വെവ്വേറെ മുറികളായിരുന്നു. ഇതിന് കൂടാതെ തന്നെ പൂജ കമ്ര, ബേട്ടക്, റൈസോയ് ആദി ഭീ ബനായേ, പൂജയ്ക്കുള്ള ഭഗവാന്റെ അടുത്തുള്ള പൂജാ റൂം ഉണ്ടായിരുന്നു, ബേട്ടക് അതേപോലെ നമ്മളെ ഓഫീസ് റൂം ഉണ്ടായിരുന്നു, അടുക്കള ഉണ്ടായിരുന്നു, എല്ലാറ്റിനും സെപ്പറേറ്റ് മുറിയായിരുന്നു സ്വപ്നം കണ്ടുണ്ടായിരുന്നത് ആര്? ആ ഒരു തൊഴിലാളിയായിട്ടുള്ള സ്ത്രീ. അടുത്തത് മസ്ദൂരിൻ के सपने के विस्तृत घर की शोभा बढ़ाने के लिए उस घर में कौन कौन सी सामग्रियां हैं. അപ്പോൾ ആ ഒരു തൻ്റെ വിസ്തൃതമായിട്ടുള്ള ആ ഒരു കൊട്ടാര സദൃശ്യമായ ഒരു വീടിന് അല്ലേ, അതിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ സാമഗ്രികളാണ് ഉണ്ടായിരുന്നത്? അതും എൻ്റെ മക്കൾ ഓർത്ത് വെക്കുക അല്ലേ. മേസ്, കുർസിയാം അല്ലേ, മേശ ഉണ്ടായിരുന്നു, കുർസിയാം, അതേപോലെ ചെയറുകൾ ഉണ്ടായിരുന്നു, TV ഉണ്ടായിരുന്നു, ഹോം തിയേറ്റർ ഉണ്ടായിരുന്നു, അതേപോലെ അടുക്കളയിലാണെങ്കിലോ ഫ്രിഡ്ജും മൈക്രോവേവും ഒക്കെ ഉണ്ടായിരുന്നു തൻ്റെ സ്വപ്നത്തിൽ കണ്ട ആ കൊട്ടാര സദൃശ്യമായ വീടിന് എന്നാണ്. മറക്കരുതേ. അടുത്തത് മഗർ നീന്ത് കെ ടൂട്ടനെ കെ പൂർവ് ही नोटिस बैंक की हाथ हम के सपने में कवि हम की सामाजिक सच्चाई की ओर इशारा करते हैं. അതായത്
ഇത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇൻക്ലൂഡ് ചെയ്താണ്. ഏതിലോട്ടാണ് കവി വിരൽ ചൂണ്ടുന്നത്? അതായത് ഇപ്പോഴത്തെ സമകാലീന സംഭവമായിട്ട്. എന്താണത് സമകാലീന സംഭവം? യെസ്, ഗരീബോं के लिए सपना देखना भी डरावना है. ഈ ഒരു കവിതയിൽ നിന്ന് എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? യെസ്, ഒരു പാവപ്പെട്ട ആളുകൾക്ക് ഒരു സ്വപ്നം കാണാൻ പോലും ഒരു അവകാശമില്ല, അതുപോലെ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നമായി മാറിയിരിക്കുന്നതും. ഉൻകോ സപ്നെ ദേഖ്നെ കാ ഭി ഹക്ക് നഹീം, സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്നുള്ളത്. മറക്കോ നിങ്ങൾ? മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മുർക്കി ബുലാക്കി എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ചാപ്റ്റർ. ഇതിൽ മുർക്കി ബുലാക്കി ഏത് വിധയാണെടാ? കഹാനിയാണ്, മറക്കരുത്. ആരുടെയാണത്? അമൃത പ്രീതം ജീൻ്റെയാണ്. ഇനി മുർക്കി ഓർ ബുലാക്കി നാം, ആരാണ് മുർക്കി ബുലാക്കി എന്ന് വിളിച്ചത്? ആരാണ്? അതെ, രാജുവന്തിയാണ് വിളിച്ചത് അല്ലേ? അമ്മയായിട്ടുള്ള രാജുവന്തി അല്ലേ? യെസ്. तुझे तो वह अपने हाथों से नहीं अपने जान से गिलाती थी, किसने किसको അതായത് കിസ്നെ കിസ്കോ ഖിലാത്തി, ആരാണ് ആർക്ക് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് അല്ലേ? അവൾ നിന്നെ കൈകൾ കൊണ്ടല്ല ഒറ്റിയത്, അവളുടെ ഹൃദയം കൊണ്ടാണ് എന്നൊക്കെ അതിൽ പറയുന്നില്ലേ? എന്താണ് ആർക്ക്? ഇപ്പം ആരാർക്ക്? നല്ല കഹാനി വായിക്കുകയാണെങ്കിൽ, പഠിച്ചതാണെങ്കിൽ ഇതിന് ആൻസർ ചെയ്യാൻ സാധിക്കും. ആരാർക്ക്? മുർക്കി ആർക്ക്? കുമാറിന്. മുർക്കിനെ കുമാർക്കോ. निरी मुर्गी किसके खानों में पड़ेगी, किसके नाक में बुलाक की तरह चमकेगी, ऐसा किसने कहा? അല്ലേ? ഹേ മുർക്കി, നിന്നെ ആരുടെ കാതിലാണ് അണിയുക? അല്ലേ? ആരുടെ മൂക്കിലാണ് നീ വിളങ്ങി നിൽക്കുക എന്നൊക്കെ അത് ആരെക്കുറിച്ച് പറഞ്ഞതാണ്? യെസ്, അമ്മ രാജ്വന്തിനെ മുർക്കിക്ക് ബാരേമേ. കേട്ടോ, എൻ്റെ മക്കൾ മറക്കരുതേ. പിന്നെ പറയുന്നത് ഇവിടുത്തെ പഞ്ചിബി ഗഡേ ഹോ ജാത്തെ ദേക്കൂ, ഈ ഉയർന്നു പൊങ്ങുന്ന പക്ഷികൾ പോലും എണീറ്റ് നിൽക്കും. എന്ത് കേട്ടിട്ട്? യെസ്, അവൾ നന്നായി നാടൻ പാട്ടുകളൊക്കെ പാടുന്നു പറയും നമ്മുടെ മുർക്കി അല്ലേ? മുർക്കിക്ക് പഹാടി ഗീത് സുൻകർ, മുർക്കിയുടെ നാടൻ പാട്ടുകളൊക്കെ കേട്ടിട്ടതാണ് പഹാടി ഗീത് സുൻകർ. കേട്ടോ, ഇതൊക്കെ ചിലതൊക്കെ മിസ്സ് എന്താ പറയുക ചോദിക്കാത്തതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അഥവാ ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഇനി രാജ്വന്തി മാക്കെ ഹാം ലേ ജാത്തെ സമയം മുർക്കിക്ക് ആയു കിത്തനെ തി, എത്ര വയസ്സായിരുന്നു ഈ അമ്മയുടെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ? അവൻ നമുക്കറിയാം മുഷ്കിൽ സേ 12 വർഷം. ശിരേനലയുടെ വെറും 12 വയസ്സ് തോന്നിക്കുന്ന ചെറിയൊരു കുട്ടിയായിരുന്നു ആര്? മുർക്കി. എവിടെ? രാജ്വന്തിയുടെ അമ്മയുടെ അടുത്ത് അവരുടെ അച്ഛൻ കൊണ്ടുവന്നാക്കുമ്പോൾ. രാജ്വന്തി മാക്കെ ഹാം ലേ ജാത്തെ ആത്തെ സമയം മുർക്കി കേസേ ലടുക്കിയത്, ഇങ്ങനെയുള്ള നിഷ്കളങ്കമായൊരു പെൺകുട്ടിയായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബഡേ മാസും സി മാതൃഹീൻ ലടുക്കിയത്, വളരെ നിഷ്കളങ്കയായ ഒരു അമ്മയില്ലാത്തൊരു കുട്ടിയായിരുന്നു. ബദൻ സേ ദുർബൽ സി ലേക്കിൻ സഫേദ് രംഗീൻ സുന്ദരേതി, അല്ലേ? മെലിഞ്ഞിട്ടായിരുന്നു അല്ലേ, എന്നാൽ വെളുത്തിട്ട് നല്ല സുന്ദരിയായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി മുർക്കി കിസ്കേ സാത്ത് ഭാഗി, മുർക്കി ആരുടെ കൂടെയാണ് ഓടിപ്പോയത്? യെസ്, മുർക്കിക്ക് ശരീരക്കെ സാത്ത് ഭാഗയല്ലടാ, ഒരു പട്ടണത്തിൽ പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി അല്ലേ? ക്യോंकि उसके भाव ने उसकी शादी अपने गाँव के एक दूजे व्यक्ति के साथ, दूजे വ്യക്തിയാണ് കേട്ടോ മക്കളെ. അതായത് ഇവള് ഒരു പട്ടണത്തിലെ പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്താണ് ഒളിച്ചോടി പോവാൻ കാരണം? യെസ്, ഒരു രണ്ടാം കെട്ടുകാരനെ കൊണ്ട് അല്ലേ, അതാണ് ദൂജെ എന്ന് പറയുന്നത്. അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിരുന്നു ആർക്ക് പ്ലാൻ? ഇവളുടെ അച്ഛന് പ്ലാന് അല്ല, അവർക്കൊക്കെ ഉറപ്പൊക്കെ നിശ്ചയിച്ചു. ആ സമയമാണ് ഇവള് ഒളിച്ചോടിപ്പോയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, പ്രേമി ക്യാ കാം കർത്തത്, എന്ത് ജോലിയാണ് അവളുടെ ആ ഭർത്താവ് ചെയ്തിട്ടുണ്ടായിരുന്നത്? യെസ്, മുർക്കി കാ പ്രേമി ബഡേ ബാസാർ കി ഹോട്ടൽ മേ കാം കർത്താ താ, കേക്ക് ബൻതാ താ, കേക്ക് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു അവനായിട്ടാ. മറക്കും ഇതൊക്കെ. പിന്നെ മുർക്കിക്ക് പതിനെ ഗർ കേസേ ബൻവായ, ഇതൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജോ കുച്ച് പാസാ ഉസേ ബേച്ച് കർ ഘർ ബനായ, അതായത് എന്താണ്, എങ്ങനെയാണ് മുർക്കിയുടെ പതി അതായത് ഭർത്താവ് വീടുണ്ടാക്കിയത്? അവളുടെ കയ്യിലുള്ളതൊക്കെ വിറ്റിട്ട്, ജോ കുച്ച് പാസ്, എന്തൊക്കെ അവളുടെ കയ്യിലുണ്ടതൊക്കെ വിറ്റിട്ട് വീടുണ്ടാക്കി. ഇനി എന്തൊക്കെയാണ് വിറ്റത്? അതാണ് പറയുന്നത്. സാദ് ഭാഗ് ചാത്തേ സെ മുർക്കിക്ക് പാസ് കിൻകിൻ ആഭൂഷൺ ദേ, എന്താണ്? മോട്ടെ ചാന്ദിക്ക് കടേ, എന്തൊക്കെ ആഭരണങ്ങളായിരുന്നു അവളിൽ ഉണ്ടായിരുന്നത്? എന്താണ്? എന്താ? നല്ല തടിച്ച മോട്ടെ ചാന്ദിക്ക് കടേ, നല്ല വെള്ളി വളകളുണ്ടായിരുന്നു. ചാന്ദിക്ക് ജഞ്ചീർ, പിന്നെയോ വെള്ളി മാലയുണ്ടായിരുന്നു. സോനയ്ക്ക് ആങ്കൂട്ടി അവർ ഭാലിയാം ദി, അല്ലേ? എന്താ പറയുക, മോതിരങ്ങളുണ്ടായിരുന്നു, കമ്മലൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക്, സ്വർണത്തിൻ്റെ ഒക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ
കയ്യിലുണ്ടായിരുന്നതൊക്കെ വിറ്റിട്ടാണ് അവളുടെ ഭർത്താവ് വീടുണ്ടാക്കിയത്. ഇനി മുർക്കിക്ക് രാജ്വന്തി മാക്കെ ഹം കേസിൽ ഔട്ടായി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് രാജ്വന്തി അമ്മയുടെ അടുത്ത് എടുത്തത്? പതി ഉപേക്ഷിച്ചു അല്ലേ, സറായമേയും ചോടതി, അതൊക്കെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? സത്രത്തിൽ ഉപേക്ഷിച്ച് അവളെ പോയി. അപ്പോൾ എങ്ങനെയാണ് അവൾ എത്തിയത്? യെസ്, ദയാലു വ്യക്തി സേരാക്ക ഭാടാലേക്ക് ഔട്ടായി. ഏതോ ഒരു പാവപ്പെട്ട വ്യക്തിയിൽ നിന്ന് വഴിച്ചെലവിനുള്ള കാശും വാങ്ങിയിട്ട് അവൾ തിരിച്ചു വന്നു എന്നാണ്. മനസ്സിലായല്ലോ? മുർക്യൂഫ് പുലാക്കി ഏകദേശം ഇപ്പോൾ ഈ വൺ വേർഡും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഏകദേശം നിങ്ങൾക്ക് ഒരു ചാപ്റ്ററിൻ്റെ ഒരു ഇത് കിട്ടിയല്ലോ. യെസ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. മറക്കരുതേ, ലൈവ് കാണാൻ മറക്കരുത് മക്കളെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഇപ്പം തന്നെ ഷെയർ ചെയ്തോളൂ. വൺ വേർഡ് ഏറ്റവും ഇതല്ലാതെ ചോദിക്കില്ലേ വൺ വേർഡ് കേട്ടോ. ഇത്രയും ചാപ്റ്റേഴ്സ് എന്നുള്ള വൺ വേർഡ് അല്ലാതെ ചോദിക്കില്ല. നിങ്ങളെന്താ ഇപ്പം തന്നെ മാർക്ക് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ ഇപ്പം തന്നെ മിസ് ഗ്യാരണ്ടി കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് കുമുദ് ഫൂൽ ബേച്ച്നെ വാലയിൽ അടിക്കുക പറഞ്ഞിട്ടുള്ള ഈ ഒരു ചെറിയൊരു കവിതയാണ് അല്ലേ. അത് എന്താണ്? അതൊരു കവിതയാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആരുടെയാണെടാ? ONV കുറുപ്പ് ജീൻ്റെ ആണെന്ന് അറിയാം. യെസ്, ഇത് ആരാണ് അനുവാദം ചെയ്തത്? അതും എൻ്റെ മക്കൾക്കറിയാം. ഡോക്ടർ എസ് തങ്കമണി അമ്മയല്ലടാ ട്രാൻസ്ലേറ്റ് ചെയ്ത്. ശരിക്കും ഒരു മലയാളം കവിതയല്ലടാ, അത് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണ്? ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ്. ഇനി കുമുദ് സരോവർ അല്ലെ, ഒരു ആമ്പൽപ്പൂവിനെ കുറിച്ചാണ്. അത് എവിടെയാണടാ? യെസ്, ദേവാലയಕ್ಕೆ നികട്. ആ ആമ്പൽക്കുളം അല്ലേ, ദേവാലയത്തിൻ്റെ ആ അമ്പലത്തിൻ്റെ അടുത്താണ് ആ ഒരു ആമ്പൽക്കുളം സ്ഥിതി ചെയ്യുന്നത്. മന്ത്രക്ക് ഇഷ്ടദേവക്ക ഇഷ്ട നൈവേദ്യം എന്താണ്? അവിടുത്തെ ഇഷ്ടദേവൻ്റെ ഇഷ്ട നൈവേദ്യം എന്ന് പറയുന്നത് കുമുദ് ഫൂലാണ്, ആമ്പൽപ്പൂവാണ്. അതുകൊണ്ടല്ലേ എല്ലാവരും അവിടെ അർപ്പിക്കുന്നത്. യെസ്, ഇനി കവി ഈ നമ്മുടെ ആമ്പൽപ്പൂവിൻ്റെ തുലന ചെയ്തു അല്ലേ. എങ്ങനെ? ലടുക്കേ ലംബേ ഠണ്ടലോം കെ ജേസേ. ഒരു ആമ്പൽപ്പൂ ഉണ്ട്, നീണ്ടു കിടക്കുന്ന ഒരു വള്ളി പോലെയാണ് എന്നാണ്. ആ വള്ളി എങ്ങനെയാണ്? മൃദുജലസം. അതെങ്ങനെയാണ്? ചത്ത ജലസർപ്പം പോലെയാണെന്നാണ് അതിനെ ഉപമിച്ചത് കവി. ക്ലിയർ അല്ലേ? കുമുദ് ഫൂൽ ബേച്ച്നെ വാലടിക്ക് ഇത്രയൊക്കെ ചോദിക്കുള്ളൂ. ഇനി ഭടുക്കാവുക പേർന്നാണെങ്കിലോ ഇതൊരു സംസ്മരണാണെന്നുള്ള കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, കിസ് വിദാ ഹേ യഗ് സംസ്മരൺ ഹേ. ആരുടെയാണെടാ? രാജ്ബുദ്ധി രാജയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം, അവരുടെ ഓർമ്മക്കുറിപ്പ് അല്ലേ, അത് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ഇനി ഗുൽമോഹർ ഗിൽത്തെ ദേക്കർ ലേഖികാക്കോ കിസ്കെ യാദാത്തി ഹേ. അതിൽ ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട്, എൻ്റെ വീട്ടിൽ ആ ഒരു ഗുൽമോഹർ വിരിയുമ്പോൾ എനിക്ക് ആരോർമ്മ വന്നു? യെസ്, ഭടക്കേ ഉയേ ഫീർ കി യാദ് ആ ജാത്തിയെ. ആ അലഞ്ഞു തിരിയുന്ന സന്യാസിയെ എനിക്ക് ഓർമ്മ വരുന്നു എന്നാണ്. കാരണം ഇത് ഓർമ്മ വരാൻ കാരണം എന്താടാ? അതെ, ഈ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിലും നല്ല തണുപ്പ്, നല്ല ഒരു ഒരു തണൽ നൽകുന്നതാണ് നമ്മുടെ ഗുൽമോഹർ മരം അല്ലേ. അതേപോലെയാണ് ആരും നമ്മുടെ സ്കൂട്ടർ വാല അല്ലേ. സ്കൂട്ടർ വാലാക്ക നാം എന്താണ്? ഇതൊന്നും മറക്കരുതേ. മഷക് വാല സ്കൂട്ടർ അല്ലേ, തോൾ സഞ്ചിക്കാരൻ സ്കൂട്ടർ എന്നാണ്. അതൊന്നും മറക്കരുത് കേട്ടാ. ലേഖികാക്ക് സ്കൂട്ടർ വാല കേസ് ലഗ്രഹ. അതാണ് പറയുന്നത് പീർ. അതാണ് ഭടക്കേ ഹുയെ പീർ, ഒരു സന്യാസിയെ പോലെയാണെന്ന്. സന്യാസിക്ക് എന്താ? സ്വന്തം ജീവിതമൊന്നുമില്ല, ത്യജിച്ചതാണ് ജീവിതം അല്ലേ. എന്താ പറയുക, എല്ലാം പരിത്യജിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് പറയില്ല, അതേപോലെയാണ് ആ സന്യാസിയെ പോലെയാണ് ആര്? സ്കൂട്ടർ വാല എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ആത്മീക ചെഹറ. അതൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്, ഇതൊന്നൊക്കെ വൺ വേർഡ് ഇത്രേ ചോദിക്കുള്ളൂ കേട്ടോ. ആത്മീക ചെഹറ ഏതാണെടാ? കവിതയാണ് കേട്ടാ. ആരുടെയാണെടാ? കുംഭർ നാരായൺ ജിനെയാണ്. ഇനി കൂലി പുക്കാർത്തേ സമയം കോൻ കവിക്ക് സാമനെ ആക്കർ ഖടാവുക. ആരാണ് കൂലി എന്ന് വിളിച്ചപ്പോൾ ആരാണ് വന്നത്? ഏകാത്മീ, ഒരു മനുഷ്യൻ വന്നു നിന്നു. ഏകാത്മീ ഓക്കർ ഖടാ ഹോ ഗയാ മേരെ പാസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. ഇനി കവി കൂലിക്ക് 10 കദം പീച്ചേ ചൽത്താ ക്യോ. എന്തുകൊണ്ടാണ് കവി കൂലിയുടെ 10 ചുവട് പുറകിലായിരുന്നു നടന്നത്? കാരണം അതിൽ പറയുന്നുണ്ട് ഞാൻ വലിയ ശ്രേഷ്ഠനാണെന്ന്. ആര്? കവി. കവി അപ്പനേക്കോ ശ്രേഷ്ഠ ഒരു കൂലിക്കോ തുച്ഛ് മാൻതാ. കവി ഞാൻ വലിയ മഹാനാണ്, ഞാനാണ് പിന്നിൽ നടത്തുന്നത്. കവി പിന്നിലടക്കും, മുന്നിലാരും നമ്മുടെ ഈ കൂലിയും നടക്കും കേട്ടാ. അതാണ് സ്വയം ശ്രേഷ്ഠനാണെന്നും കൂലിയെ ഒരു തുച്ഛമായി കാണുന്നുള്ള ഒരു അവസ്ഥ. ഇനി കവി കുലിക്കോ കേസേ പഹചാൻതാ. ഇതൊക്കെ മിസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി മനസ്സിലാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അതൊക്കെ 2 മാർക്കിനൊക്കെ ചോദിക്കും. കുലിക്ക് ലാൽ കമീസ് പർ ടങ്കേ നമ്പർ സെ കവി കുലിക്കോ പഹചാൻതാ. കവി കുലിയെ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് അല്ലേ. ശരിയാണ്, ഒരു തൂക്കിയിട്ട നമ്പറിൽ അല്ലേ, ആ നമ്പറിനെ കൊണ്ട് വെറും മുഖം കൊണ്ടായിരുന്നില്ല ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടെ ലാൽ കമീസ് പർ ടങ്കേ നമ്പർ സെ ഹി ജാനാ എന്ന് പറയുന്നുണ്ട്. ഇനി കവി കോ ആദ്മി കാ ചെഹറ കാ ഭി യാദ് ആ ഗയാ. കവി
കവിക്ക് ആത്മീയയുടെ ചെഹറ, ആത്മീയയുടെ മുഖം എപ്പോഴാണ് ഓർമ്മ വന്നത്? യെസ്, അപ്നാ സാമാൻ ഖുദ് ഉഠാനെ പറ. ഇന്ന് ഞാൻ എൻ്റെ സാധനങ്ങൾ സ്വയം ചുമക്കുന്നു. അപ്പോഴാണ് അയ്യോ ഇത്രത്തോളം ഭാരമുണ്ട് അല്ലേ, അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നല്ലേ, ഇത്രത്തോളം ഭാരം ചുമന്നിട്ടാണോ അദ്ദേഹത്തിൻ്റെ ജോലി എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലിയെക്കുറിച്ചിട്ടും കാമിൻ്റെ ജോലിയുടെ മഹത്വമൊക്കെ അപ്പോഴാണ് നമ്മുടെ കവിക്ക് മനസ്സിലായത് എന്നാണ്. ലാസ്റ്റ് ചാപ്റ്റർ ദവ. ദവയിൽ നിന്ന് ഇത്രേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ദവ കിസ് വിധാ ഹെ, വ്യംഗ്യാണ്. ആരുടെയാണ്? ഹരിശങ്കർ പ്രസാദ് ജിൻ്റെയാണ്. കവി അനങ്ക്ജി, ഇത് കഴിഞ്ഞ എക്സാം 2023 എക്സാമിന് ചോദിച്ചിട്ടാണ് കവി അനങ്ക്ജി കിസ് പാട്ട് കാ പാത്ര ഹെ എന്നുള്ളത്. ഏത് ചാപ്റ്ററിലെ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനൊക്കെ? ഓരോ ചാപ്റ്ററിലെയും കഥാപാത്രങ്ങളെ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? ഓർമ്മിച്ചു വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. കവി അനങ്ക്ജി ദവ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താ പറയുക കഹാനിയിലെ കഥാപാത്രമാണ്. കഹാനിയല്ല, വ്യംഗ്യം അല്ലേ, വ്യംഗ്യാണ്. ഹരിശങ്കർ പ്രസാദ്ജിയുടെ വ്യംഗ്യയിലെ കഥാപാത്രമാണ്. മക്കളെ ഇത്രയേ ഉള്ളൂ വൺ വേർഡ്. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അതൊക്കെ മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളും മിസ് ചെറിയ 2 മാർക്കിനുള്ളതും മിസ് ചെറുതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മിസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ മുന്നിൽ എന്താണുള്ളത് അല്ലേ? +2 ഹിന്ദി ലാസ്റ്റ് എക്സാമായി. ഇത് നല്ല തകർത്ത് പൊളിയായിട്ട് എഴുതിക്കോളൂ എൻ്റെ മക്കൾ. സെക്കൻഡ് ലാംഗ്വേജ് അല്ലേ, ഹിന്ദി അല്ലേ, നല്ല അടിപൊളിയായിട്ട് എഴുതിക്കോളാം. അപ്പോൾ ഇതുവരെയുള്ള എക്സാം നിങ്ങൾക്ക് അയ്യോ ടഫാണെന്ന് തോന്നുന്ന മക്കൾ ഇതിനങ്ങോട്ട് പിടിക്കുക മക്കളെ. സെക്കൻഡ് ലാംഗ്വേജിൽ മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യും. ഓക്കെ, നിങ്ങൾ പെർസെൻറ്റേജ് കൂടും. അതുകൊണ്ടാണ് മിസ്സ് പറയുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. ഇനി ലൈവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈവും കാര്യങ്ങളും മിസ്സാക്കരുത്. ലൈവിൽ നമ്മൾ ഇതിനെക്കാളും ഓരോ ചാപ്റ്റേഴ്സിന് അത്രയും എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ മിസ്സ് അതിൽ പറയും. എൻ്റെ മക്കൾ മിസ്സാക്കരുതേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഓക്കെ മക്കളെ, ധന്യവാദ്.